Vineet Srinivasan and team scores again. No doubt in that. ജേക്കബിൻ്റെ സ്വർഗരാജ്യം ഏറ്റവും പുതിയതായിട്ട് തിയേറ്റേഴ്സിലെത്തിയ ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഈ സിനിമ എഴുതിയിരിക്കുന്നതും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും വിനീത് ശ്രീനിവാസനാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നിവിൻ പോളിയാണ്. ഈ ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നോബിൾ ബാബു തോമസ് ആണ്, ബിഗ് ബാങ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുവാണെങ്കിൽ, സെൻട്രൽ ട്രാവൻകൂറിൽ നിന്നും ദുബായിൽ സെറ്റിൽ ആയ ഒരു NRI ആണ് ജേക്കബ്. ഈ ജേക്കബിന്റെ ക്യാരക്ടർ ചെയ്യുന്നത് രഞ്ജി പണിക്കർ ആണ്. ജേക്കബ് തന്റെ ഭാര്യ ഷേർലിയും 4 കുട്ടികളായ ജെറി, എബിൻ, അമ്മു ആൻഡ് ക്രിസ് എന്നിവരോടൊപ്പം ദുബായിൽ സെറ്റിൽഡ് ആണ്. ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു കുടുംബം, ഒരു ബിസിനസ്, ഒരു ജോലി, അങ്ങനെ ഒറ്റ ഡയറക്ഷനിൽ പോകാൻ തുടങ്ങും. പക്ഷേ ഒരു 25 വയസ്സിനൊക്കെ മുമ്പ് ലോകം ഇങ്ങനെ വിശാലമായിട്ട് മുന്നിൽ തുറന്നു കിടക്കും. അത് നീ എക്സ്പ്ലോർ ചെയ്യുന്നില്ലെങ്കിൽ യു ആർ വേസ്റ്റിംഗ് യുവർ ഏജ്. ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ജേക്കബ് എക്സ്ട്രീംലി ഫ്രണ്ട്ലി ആണ് തൻ്റെ കുട്ടികളോട്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇവരുടെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുന്നു. ആ ഇൻസിഡൻറ്റ് ഇവരുടെ ലൈഫിലെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നശിപ്പിക്കുന്നു. എങ്ങനെയാണ് ജേക്കബ് ഈ ക്രൈസിസ് ഓവർകം ചെയ്യുന്നത്, എങ്ങനെയാണ് തൻ്റെ ഫാമിലിയെ ഇതിൽ നിന്നുമൊക്കെ രക്ഷിക്കുന്നത് എന്നതാണ് ഈ കഥയുടെ ക്രക്സ്. കാസ്റ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഈ സിനിമയിലെ ടൈറ്റിൽ റോൾ ചെയ്തിരിക്കുന്ന രഞ്ജി പണിക്കർ സ്റ്റീൽസ് ദ ഷോ വിത്ത് ഹിസ് എക്സെപ്ഷണൽ പെർഫോമൻസ്. അത്ര ഭംഗിയായിട്ടാണ് രഞ്ജി പണിക്കർ ഈ ക്യാരക്ടറിനെ പെർഫോം ചെയ്തിരിക്കുന്നതും പോർട്രേ ചെയ്തിരിക്കുന്നതും. ശരിക്കും പറയുവാണെങ്കിൽ രഞ്ജി പണിക്കറുടെ ആക്ടിംഗ് കരിയറിൽ വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് ഈ സിനിമയിലേത്. നിവിൻ പോളി ആണെങ്കിലും തൻ്റെ ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട്. ജെറിയുടെ ക്യാരക്ടറിൽ ഉണ്ടാവുന്ന 2 ട്രാൻസിഷൻസ് അത് ഭംഗിയായിട്ട് തന്നെ നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. ഒരു ഹാപ്പി ഗോ ലക്കി യങ് മാൻ്റെയും പിന്നീട് തൻ്റെ ഫാമിലിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു മെച്യൂർഡ് പേഴ്സന്റെ റോളിലും. നീ UK പോണം, MBA പഠിക്കണം. നിന്റെ തലക്കോല ഓളുണ്ടോ? നടക്കൂല ഫിലിപ്പങ്ങളെ, ജീവിതത്തിൽ നടക്കൂല. ഇനി ഈ സിനിമയിലെ അഭിനയത്തിനൊരു സ്പെഷ്യൽ മെൻഷൻ ലഭിക്കേണ്ടത് ലക്ഷ്മി രാമകൃഷ്ണനാണ്. ലക്ഷ്മി രാമകൃഷ്ണനാണ് ജേക്കബിന്റെ വൈഫ് ഷേർലിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. റീബ ജോൺ, സായ്കുമാർ, TG രവി, ദിനേശ് പ്രഭാകർ, ശ്രീനാഥ് ബാസി, എമ സെബാസ്റ്റ്യൻ, അശ്വിൻ കുമാർ എന്നിവരൊക്കെയാണ് മറ്റ് റോൾസിലെത്തിയിരിക്കുന്നവർ. എല്ലാവരും അവരവരുടെ റോൾസ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോർട്രേ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. വിനീത് ശ്രീനിവാസൻ ഒന്നുകൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഈ ന്യൂ ജനറേഷനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം മേക്കർ ആണ് താൻ എന്ന കാര്യം. അത്ര ഭംഗിയായിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും വിനീത് ശ്രീനിവാസൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. റൈറ്റ് മിക്സ് ഓഫ് ലൈറ്റ് ഹ്യൂമറും ഇമോഷണൽ എലമെന്റ്സും ചേർത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം വിനീത് ചെയ്തിരിക്കുന്നത്. ഇൻഫാക്ട് ഇതുവരെ വിനീത് ശ്രീനിവാസൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫിലിമാണ് ഇത് എന്ന് വേണം പറയാനായിട്ട്. ഇനി ടെക്നിക്കൽ ആസ്പെക്ട്സിന്റെ കാര്യം പറയുവാണെങ്കിൽ, ജോമോൻ T. ജോൺ വീണ്ടും സ്കോർ ചെയ്തിരിക്കുകയാണ് തന്റെ മാജിക്കൽ സിനിമറ്റോഗ്രഫി കൊണ്ട്. ഫെന്റാസ്റ്റിക് വിഷ്വലൈസേഷൻ ആണ് ഈ സിനിമയുടേത്. പിന്നെ രഞ്ജൻ എബ്രഹാമിന്റെ എഡിറ്റിംഗ് ആണെങ്കിൽ നിയർ പെർഫെക്ഷൻ ആണ് എന്ന് വേണം പറയാനായിട്ട്. ഫസ്റ്റ് ഹാഫിലുള്ള ലൈറ്റ് ഹ്യൂമർ എലിമെന്റ്സും പിന്നീട് സെക്കൻഡ് ഹാഫിലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചേർത്ത് വളരെ ഭംഗിയായിട്ട് നല്ലൊരു ബാലൻസിലാണ് ഈ ഫിലിം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പാട്ടുകളുടെയും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെയും കാര്യം പറയുവാണെങ്കിൽ, ഷാൻ റഹ്മാൻ പ്രത്യേകം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് ഈ സിനിമയിലെ പാട്ടുകൾക്കായിട്ട്. ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് ഇദ്ദേഹം ഈ സിനിമയിൽ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ സോൾഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഈ ഫിലിമിൻ്റേത്. അത് ഈ സിനിമയെ വളരെയധികം ഇമ്പാക്ട്ഫുൾ ആക്കാൻ സഹായിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ 2016 ഇതുവരെയ്ക്കും ഇറങ്ങിയ സിനിമകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫിലിമാണ് ജേക്കബിന്റെ സ്വർഗരാജ്യം. അതുകൊണ്ട് തന്നെ ഇതാരും മിസ് ചെയ്യരുത് കേട്ടോ. നീ സമ്മതിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല.